Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbi yassir wa la tu'assir wa tammim bil khair. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilma. Assalamu alaikum girls. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ സൂറ അൽ ഇമ്രാനിലെ ആയ നമ്പർ 190 സ്റ്റാർട്ട് ചെയ്തു 194 വരെ എത്തി. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ക്വിക്ക് റിവിഷൻ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഊലുൽ അൽബാബിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ ദേ ഹാവ് അല്ലാഹ് ഇൻ ദെയർ ഹാർട്ട്. അതിനുശേഷം പടച്ചവൻ മനസ്സിൽ വന്നു കഴിയുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഇൻ ദിസ് വേൾഡ്. ദേ ലുക്ക് അറ്റ് ദ ക്രിയേഷൻസ്, ദേ ലുക്ക് അറ്റ് ദ മാജിക് അറൌണ്ട് us, and they realize there is somebody who is controlling the whole thing. There is one creator somewhere controlling this whole world എന്ന് റിയലൈസ് ചെയ്യാണ്. ആൻഡ് ഹി റിയലൈസസ് ഐ ഹാവ് എ പർപ്പസ് ഇൻ ദിസ് ലൈഫ്. ഓൾ ദിസ് വേൾഡ് ഇസ് നോട്ട് എൻ ആക്സിഡന്റ്, മൈ ബർത്ത് ഇസ് നോട്ട് എൻ ആക്സിഡന്റ്. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടെന്ന് ഇദ്ദേഹം റിയലൈസ് ചെയ്യുന്നു. ആ റിയലൈസ് ചെയ്യുന്ന നിമിഷത്തിൽ ഇദ്ദേഹത്തിന് മനസ്സിലാവണു ഇദ്ദേഹത്തിന് ഇവിടെ ഉള്ള ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യണം. പടച്ചവൻ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സുബ്ഹാനക ഫഖിന അദാബന്നാർ, പടച്ചവനെ you are too perfect, please protect me from the fire. He know that he is going to end up in fire if he is not doing any all the things which Allah has asked him to do in this world. He will end up in fire എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. And also he realized that these human beings are a ഡിഗ്നിഫൈഡ് ക്രിയേഷൻസ് ഇൻ ദിസ് വേൾഡ്. ഈ നമ്മളെ മനുഷ്യരാണ് ഈ ദുനിയയിലുള്ള എല്ലാ ക്രിയേഷൻസിലും വെച്ചിട്ട് ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ക്രിയേഷൻസ് പടച്ചവൻ നമ്മളെയാണ്, മനുഷ്യരെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് വി ലിവ് ഇൻ എ ഡിഗ്നിഫൈഡ് വേ. നമ്മൾ ജീവിക്കുന്നതും യു ഈറ്റ് ഫുഡ്, ദ വേ യു വാക്ക്, ദ വേ യു ടോക്ക്, ദ വേ യു ഡീൽ വിത്ത് തിങ്സ്, എവറിത്തിങ് ഈസ് ഇൻ എ ഡിഗ്നിഫൈഡ് വേ. നോട്ട് ലൈക്ക് ആനിമൽസ്. ആനിമൽസ് വെറുതെ കാട്ടിക്കൂടെ തേരപാരം നടക്കുക, തോന്നിടത്ത് തപ്പിടുക, തോന്നിടത്ത് മൂത്രമൊഴിക്കുക, അങ്ങനെ. ആൻഡ് ഈറ്റ് ഫ്രം വേറെവർ യു ക്യാൻ, നിലത്തുനിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക, lick and drink water. Animals in the way of life is different. We have a dignified way of life. We eat from plates. We do things in a very dignified way. When we deal with people, we have dignity. And he realized all this. And also he realized, ഇപ്പൊ പഠിച്ചോ നമ്മളെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. Till you enter the hellfire, you are living a dignified life. ഹെൽഫയറിന്റെ ഉള്ളിലേക്ക് കയറുന്നവരെ പഠിച്ചോനെ, ഐ നോ ദാറ്റ് ദോസ് ആർ ദ പീപ്പിൾ ഹു ആർ ഡിസ്ഗ്രേസ്ഡ്, ഹ്യൂമിലിയേറ്റഡ് ബൈ യു, ആൻഡ് ദേ ആർ നോ ഹെൽപ്പേഴ്സ് ഫോർ ദം എന്ന് പഠിച്ചോനെ എനിക്ക് മനസ്സിലായി എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കുന്ന സമയത്താണ് ഹി ഈസ് ഹിയറിംഗ് സമ്മൺ കോളിംഗ്. നാച്ചുറലി ദ പ്രോഫറ്റ്സ് ആർ ദ വൺ ഹു കോൾസ് പീപ്പിൾ ടു ഇസ്ലാം. സോ ഹി ഈസ് ഹിയറിംഗ് സമ്മൺ കോളിംഗ് പീപ്പിൾ ടു ഇസ്ലാം. സോ ഹി റിയലൈസ്ഡ്, ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. അങ്ങനെ ഇദ്ദേഹം ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്യാണ്. യാ അല്ലാ, ഐ ഹാവ് ബിലീവ്ഡ്, വി ഹാവ് ബിലീവ്ഡ് എന്ന് ഇദ്ദേഹം പറയാണ്. ഹി ആക്സെപ്റ്റഡ് ഇസ്ലാം. കഴിഞ്ഞു. ഇനി എല്ലാം കഴിഞ്ഞു. എല്ലാ വറീസും അവിടെ സോൾവ് ആണ്. ആ പോയിന്റിൽ എല്ലാ വറീസും സോൾവ് ആണ്. നത്തിങ് ബോദേഴ്സ് ദിസ് പേഴ്സൺ എനിമോർ. ലൈഫ് ബിക്കംസ് സോ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ യു ആക്സെപ്റ്റ് ഇസ്ലാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇദ്ദേഹത്തിന് മരണത്തെ കുറിച്ചൊരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ഹി റിയലൈസ് ദാറ്റ് വൺ ഡേ യു ഹാവ് ടു ഡൈ. You have to do you have some promises which you have to fulfill in this world, and then you have to go back to, you have to die and go back to Allah. That's very clear ആയിട്ട് അറിയാം. So next thing is he's thinking, how do I die peacefully? How do I have a beautiful death? But then he's asking forgiveness to Allah. He's asking, Rabbana faghfir lana dhunubana wa kaffir anna sayyi'atina wa tawaffana ma'al abrar. ഇതൊരു അമേസിംഗ് ദുആണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നു, എന്റെ പാപങ്ങൾ പുറത്തു തരിക പടച്ചവരാനെ. ആൻഡ് കഫിർ അന്ന ഇസ് എ വെരി ബ്യൂട്ടിഫുൾ വേർഡ്. പടച്ചവൻ അത് ഫൊഗീവ് എന്നല്ല പറഞ്ഞ, കഫി എന്ന് പറഞ്ഞാൽ ബെറി അവേ എന്ന്, കുഴിച്ചിടാനാണ് പറഞ്ഞിരിക്കുന്നത്, കുഴിച്ചു മൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫൊഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു കവറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു മേശ അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം, ഒരു ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. ആ ബോക്സിന്റെ മുകളിൽ നമ്മളൊരു തുണി ഇട്ട് കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ സ്റ്റിൽ വി നോ ദാറ്റ് എന്തോ അതിന്റെ അടിയിലുണ്ടെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഫൊഗീവ്നെസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ കവർ ചെയ്യാണ്, എന്റെ പാപങ്ങൾ കവർ ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും. പക്ഷെ കഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബറിയിങ് അവേ ആണ്. ബറിയിങ് അവേ എന്ന് വെച്ചാൽ മണ്ണിന്റെ അടിയിൽ പോകണം. ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ നടന്നാലും, ഇപ്പൊ മണ്ണിന്റെ അടിയിൽ ഒരു ബോക്സ് സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ മുകളിൽ കൂടെ നമുക്കറിയാൻ പറ്റില്ല, ഇല്ലേ? അപ്പൊ ടോട്ടലി അങ്ങനെ കുഴിച്ചിടാനാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്നെ റൈച്ചസിന്റെ കൂടെ എന്നെ മരിക്കാൻ അനുവദിക്കണം എന്നാണ് പടച്ചവൻ ആയ നമ്പർ 193 പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ ഒന്ന് പറഞ്ഞാണ്. ഇനി പഴയ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്.
പിന്നെ നെക്സ്റ്റ് ആയ നമ്പർ 194 പറയുന്നത് വെച്ചാൽ പഠിച്ചോനെ എനിക്ക് നീ എന്താണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ത്രൂ യുവർ മെസ്സഞ്ചേഴ്സ് വഴി നീ എന്താണ് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പ്ലീസ് അത് ഗ്രാന്റ് ഇറ്റ് ടു അസ് ഞങ്ങൾക്ക് അത് തരിക എന്നാണ് പറയുന്നത്. ആൻഡ് പ്ലീസ് ഡു നോട്ട് ഡിസ്കറേജ് ഞങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യല്ലേ ഡേ ഓഫ് റിസറക്ഷനിൽ ഞങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യല്ലേ പ്ലീസ്. ആൻഡ് വി നോ ദാറ്റ് യു ഡോണ്ട് ഗോ ബാക്ക് ഇൻ യുവർ പ്രോമിസ് യു കീപ് യുവർ പ്രോമിസ് എന്നാണ് അടുത്ത ആയയിൽ പറയുന്നത്. ഐ എം നോട്ട് റീഡിംഗ് ദാറ്റ് ആയ. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു. ഓക്കെ, ഇദ്ദേഹം മനസ്സിലാക്കി, മാപ്പ് ചോദിച്ചു, മരിക്കണത് റൈറ്റസിന്റെ കൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് പഠിച്ചോനെ നീ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തരണം എന്നെല്ലാം നമ്മൾ അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചോണ്ട് പറഞ്ഞു ഇല്ലേ. അപ്പൊ അതിനുശേഷം പഠിച്ചോൻ റെസ്പോണ്ട് ചെയ്യാണ്. ഓക്കെ, ആയ നമ്പർ 195. ഓക്കെ, ഫസ്തജാബ ലഹും റബ്ബുഹും ആൻഡ് ദേർ ലോർഡ് റെസ്പോണ്ടഡ് ടു ദം. അപ്പൊ പഠിച്ചോൻ നമ്മളോട് ആൻസർ പറയാണ്. എന്താണ് ആൻസർ പറയുന്നത്? അന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ. I am not going to waste away the work of anybody who does work from among you, okay, whether it's a male or a female. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും ഞാൻ അക്നോളജ് ചെയ്തിരിക്കും. ഒരെണ്ണം പോലും ഞാൻ വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആണായാലും പെണ്ണായാലും. ബിക്കോസ് പർച്ചോൺ ഹീസ് എ ക്രിയേറ്റർ, സോ ഹി നോസ് there's a difference between male and female. But everything, all the ibadah in front of Allah for a male and female, it's equal in front of Allah. അപ്പൊ പർച്ചോൺ പറയും നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ എന്ത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും അത് ഒരിക്കലും ഞാൻ വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ പർച്ചോൺ പറഞ്ഞിരിക്കുന്നത് വേസ് ഓഫ് വർക്ക്, ഇവിടെ വർക്ക് ആക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ആക്ഷൻ ചെയ്താലും എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ വേസ്റ്റ് ആക്കൂല എന്നല്ല പറഞ്ഞത്, എന്ത് ആക്ഷൻ ചെയ്താലും. ദാറ്റ് ഈസ് ദ പോയിന്റ് വിച്ച് യു ഹാവ് ടു ഹൈലൈറ്റ്. അപ്പൊ ഇവിടെ എന്താ പഠിച്ചോൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ വലിയ ദുആ ഒക്കെ ചെയ്യണ്ടേ, അങ്ങനെ ചെയ്തതാ പഠിച്ചോനെ, ഇങ്ങനെ ചെയ്താ പഠിച്ചത്. പക്ഷെ ലെറ്റ് മീ സീ വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കും, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണേ. ഇപ്പൊ നിങ്ങൾക്ക് ദീൻ ഉണ്ടെന്ന് മനസ്സിലായി, നിങ്ങൾ തേരാപാര നടക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഫൈനലി ദീൻ കിട്ടി. ഓക്കെ, ദീൻ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ വെറുതെ അങ്ങോട്ട് ചോദിക്കണം മൊത്തം ഞാൻ അങ്ങോട്ട് തരുമോ? യു ഡു ദ ആക്ഷൻസ് വാട്ട് ഐ ഹാവ് ടോൾഡ് യു, യു ഡു ഇറ്റ്, ഐ വിൽ റെസ്പോണ്ട്. ഒരു സാധനം പോലും വേസ്റ്റ് ആക്കൂല, ആ ഗ്യാരണ്ടി ഞാൻ തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ ഖുർആൻ. ശരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്തിങ്ങനെ അറ്റം മുതൽ തുടങ്ങാനല്ലോ, ഒരു കഥ പറഞ്ഞു പോണ പോലെ കണക്റ്റഡ് ആണ്. നമ്മൾ പലപ്പോഴും ഖുർആൻ വായിക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ അവിടെ ഇവിടെയും കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണേന്ന്. പക്ഷെ അങ്ങനെയല്ല, ദർ ഇസ് ഒരു കണക്ഷൻ, ഒരു ഹെവൻലി ഓർഡർ ഉണ്ട് ഖുർആനിൽ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് അമേസിംഗ്, ഇറ്റ്സ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ആൻഡ് ഓൾസോ ഹി ആഡ്സ് ടു ഇറ്റ് as ബാലുക്കും മിൻ ബാലിൻ, നിങ്ങൾ മെയിൽ ആൻഡ് ഫീമെയിൽ യു ആർ ഫ്രം ഈച്ച് അതർ എന്നും കൂടെ പറയുന്നുണ്ട് ആ ആയയില്. അത് കഴിഞ്ഞിട്ട് പടച്ചോൻ തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസ് പറയണം. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവര് അവർക്ക് ഇന്ന കാര്യങ്ങൾ പടച്ചോൻ ചെയ്തു കൊടുക്കുമെന്ന് പടച്ചോൻ നെക്സ്റ്റ് പറയാണ്. അത് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാറ്റഗറി എന്താണ്? ഫല്ലദീന ഹാജറു വ ഉഖ്രിജു മിൻ ദിയാരിഹിം, ദോസ് ഹു മൈഗ്രേറ്റ്സ് ആൻഡ് ദോസ് പീപ്പിൾ ഹു ആർ ത്രോൺ ഔട്ട് ഓഫ് ദ ഹൗസ്, പുഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഇവിടെ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്നതിനാണ് യൂഷ്വലി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ബട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ഇറ്റ് ഹിയർ ഈസ് യു മൈഗ്രേറ്റിംഗ് ഫ്രം ബീങ് എ ബാഡ് പേഴ്സൺ ടു എ ഗുഡ് പേഴ്സൺ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ദീനില്ലാതിരുന്ന് നടന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് നിശ്ചയമില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ എല്ലാവരുടെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ വൺസ് നമുക്ക് ദീന് കിട്ടിക്കഴിഞ്ഞപ്പോ യു നോ വാട്ട് ഇസ് ദ ചേഞ്ചസ് യു ആർ ഡൂയിങ്. ദാറ്റ് ഈസ് വാട്ട് അല്ലാഹ് ഇസ് ട്രൈങ് ടു സേ ഹിയർ. യു ഷുഡ് ചേഞ്ച്. You should change your attitude towards life. You should change your arrogance. You should change all your dirty habits. നിങ്ങളുടെ എല്ലാ വൃത്തികേടുകളിൽ നിന്ന് നിങ്ങൾ പതുക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് പടച്ചോൻ ചോദിക്കുന്നത്. I will see what all you do. Come on, one by one. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം തേരാപാരം നടന്ന് സമയം കളയുന്ന ആളായിരിക്കും. അപ്പൊ അത് നിർത്തി. നൗ യു ആർ പുട്ടിങ് ഇറ്റ് ഇൻ ഒരു പ്രൊഡക്റ്റ് ഫോർ ദീനിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ആ സമയം ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് എ ട്രാൻസ്ഫർമേഷൻ, റൈറ്റ്? പിന്നെ നമ്മൾ പണ്ട് പഠിച്ചോൻ ചെയ്യരുത് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചോനെ ഡിസൊബേ ചെയ്തുകൊണ്ട് നടന്ന ആളായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ പഠിച്ചവനെ പതുക്കെ ഒബേ ചെയ്തു തുടങ്ങി. ഇസ് ദാറ്റ് എ ട്രാൻസ്ഫർമേഷൻ? യെസ്, ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർമേഷൻ. അപ്പൊ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ പടച്ചോനിലേക്ക് അടുക്കും തോറും പടച്ചോനിലോട് നമ്മൾ കുറെ ചേഞ്ചസ് വരുത്തും. ദാറ്റ് ഈസ് എ മൈഗ്രേഷൻ പാർട്ട് വിച്ച് ഈ ആയയിൽ സംസാരിക്കുന്നത് അതാണ് കേട്ടോ. അറഗൻസ് യു വിൽ ബിക്കം കൈൻഡ്.
അതും ഒരു മൈഗ്രേഷൻ ആണ്. അങ്ങനെ അൺലിമിറ്റഡ് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഇസ്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് അൺലിമിറ്റഡ് ആണ്. സുബ്ഹാനല്ലാ, ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്, ബട്ട് സ്റ്റിൽ ഐ സ്ലിപ്പ്. ഐ എം നോട്ട് സെയിങ് ഐ എം പെർഫെക്റ്റ്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് ഐ എം നോട്ട് പെർഫെക്റ്റ്. ഐ ഡു ലോട്ട് ഓഫ് സ്ലിപ്പിംഗ്. എപ്പോഴും സ്ലിപ്പ് ആവുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ചാടി കയറി പിന്നെയും തിരിച്ച് അതിലേക്ക് വരും. ആരുടെ അടുത്തെങ്കിലും ഒക്കെ തെറി പറഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ ഓടിപ്പോയി അവരുടെ കാലിലേക്ക് തലയും കുത്തി വീണ് ഞാൻ സോറി പറയും. ഒന്നും നോക്കൂല, പടച്ചോനെ മാത്രം ഓർക്കും. പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യണ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്ലിപ്പായി പോകും. ചില സമയത്തൊക്കെ നമ്മൾ പല സിറ്റുവേഷനിലും വയലന്റ് ആയി പോകും. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കൺട്രോളില്ലാണ്ട് വയലന്റ് ആവുമായിരുന്നു. അടി അങ്ങോട്ട് ഉണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തടയിട്ട് നിൽക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എന്നാലും ചില സമയത്ത് നമ്മുടെ കൈവിട്ടു പോവും. അപ്പൊ ഞാൻ പടച്ചവനോട് സോറി പറയും. പിന്നെ ഈ തല്ലി വീണ ആളുടെ അടുത്ത് പോയി തലയും അയാളുടെ തെറ്റാണെങ്കിൽ പോലും അയാളുടെ അടുത്ത് പോയി സോറി പറയും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കും എന്തായാലും. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ഇറ്റ്സ് അമേസിങ്. ആൻഡ് വൺസ് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. സേയിങ് സോറി നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു ഫീലിംഗ് ഇല്ല, ഹാപ്പി ആയിട്ട് പോയി സോറി പറയും. അപ്പൊ നമ്മളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് മാറ്റേഴ്സ് ഫോർ യു എക്സെപ്റ്റ് അള്ളാഹ്. എങ്ങനെ ഞാൻ പടച്ചോന്റെ മുമ്പിൽ ഹാപ്പി ആയിട്ട് പോയി നിൽക്കണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ ദുനിയയിൽ ചെയ്യുമ്പോൾ പടച്ചോനെ എനിക്ക് ഇതും കൊണ്ട് പടച്ചോനെ ഒപ്പിച്ചിട്ട് പടച്ചോനെ ഞാനിത് ചെയ്തു എന്ന് നല്ല അഭിമാനത്തോടെ പറയാൻ പറ്റുമോ ഇല്ലയോ, അത് മാത്രമേ ഉള്ളൂ എന്റെ മുന്നിലുള്ള ക്രൈറ്റീരിയ. അത് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. പക്ഷെ ഇതൊന്നും അല്ല ജന്നയില്. ജന്ന ഇസ് എ വെരി വെരി ഹയർ ഡിഫറെന്റ് ലെവൽ. സുബ്ഹാനല്ലാഹ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എൻ അമേസിംഗ് വേൾഡ്. സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഇമാജിനേഷനൊക്കെ വളരെ 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 അപ്പുറമാണ്. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിയിട്ട് അടിച്ചു പൊളിക്കാം ഇൻഷാല്ലാ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് കാശ് കിട്ടുന്നതായിരിക്കും ഏറ്റവും സന്തോഷം, ഇല്ലേ? നമുക്ക് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാശ് തരാന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുണ്ട്. നമ്മൾ ആ ബിസിനസ് വേണ്ടാന്ന് നോക്കും, ഇല്ലേ? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകണം. 1 മാസം ജോലി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം, പക്ഷെ ഞാനത് 10 വർഷം കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ജോലിയോ? ഇല്ല, നമ്മൾ ജോലിയില്ല. നമുക്കെല്ലാം ഇപ്പൊ കിട്ടണം, ഇപ്പൊ ചെയ്താൽ ഇപ്പൊ കിട്ടണം, അല്ലേ? പടച്ചോൻ എന്താ ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കണം ആലോചിക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ പടച്ചോൻ തന്നിരിക്കുന്ന ടെസ്റ്റും ട്രയൽസും എല്ലാം ഫേസ് ചെയ്ത് പടച്ചോൻ പറഞ്ഞ ഹറാമിന്ന് മാറിന്ന് ഹലാല് മാത്രം ചെയ്ത് പടച്ചോനെ കംപ്ലീറ്റ്ലി ഇബാദത്ത് ചെയ്ത് രാവിലെ ഉണ്ട് താജു ഉറക്കം കളഞ്ഞ് എണീറ്റ് ഫജർ നിസ്കരിക്കണം, താജൂദ് നിസ്കരിക്കണം, തറാവി നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം. അൺലിമിറ്റഡ് കാര്യങ്ങൾ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ടഫ്, ഇല്ലേ? ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് നമ്മൾ ചെയ്യണം. മരിക്കണ ആ സെക്കൻഡ് വരെ ചെയ്യണം. 80 വർഷം നമ്മൾ ഏറ്റവും ദിനോടുകൂടി ജീവിച്ചിട്ട് ലാസ്റ്റത്തെ കുറച്ച് നാൾ കൊണ്ടേയിട്ട് നമ്മൾ ഹറാമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെയും പോയി. അപ്പോ ടോട്ടലി കൺസിസ്റ്റന്റ് ആയിട്ട് ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് നമ്മളിവിടെ ജീവിക്കണം. ഇപ്പൊ നമ്മൾ 1 വർഷം ജീവിച്ചു കറക്റ്റ് ആയിട്ട് പടച്ചോൻ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു. ഓക്കെ, എല്ലാം പടച്ചോൻ പറഞ്ഞ എല്ലാം ചെയ്ത് നമ്മൾ മരിച്ച നേരെ സ്വർഗത്തിൽ പോകുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ 1 വർഷം ജീവിച്ചിട്ട് നമ്മൾ പടച്ചോന്റെ അടുത്ത് പറയണം, പടച്ചോനെ എനിക്കൊരു ഈ വീക്കെൻഡ് ഒന്ന് ജന്ന ടൂർ തരാൻ പറ്റും, എനിക്കൊന്ന് ഹെവൻ ഒന്ന് കാണണമെന്നുണ്ട്, ഒരു സാമ്പിൾ കണ്ടാൽ മതി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പഴയ രീതിയിൽ തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അല്ല, ജന്ന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് അറിയാനാണ് പടച്ചോനെ എന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല, ഒന്നും നടക്കൂല. നമ്മൾ പടച്ചോൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സബ്മിസീവായിട്ട് ഈ ദുനിയയിൽ ജീവിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. ദർ ഈസ് നോ ഗ്യാരണ്ടി. ഒറ്റ ഒരു ഗ്യാരണ്ടി പടച്ചോന്റെ വാക്കാണ്. നീ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്നത് ഞാൻ തന്നിരിക്കും, ദാറ്റ് ഈസ് മൈ പ്രോമിസ് എന്ന പടച്ചോന്റെ വാക്കും നമുക്കുള്ള ഗ്യാരണ്ടി ഖുറാനും പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മളുടെ ഗ്യാരണ്ടി. There is nothing else. You have to believe in the unseen. ഇന്ന കുറെ കാര്യങ്ങളുണ്ട്, പടച്ചോൻ പറഞ്ഞിരിക്കുന്ന പോലെ കുറെ കാര്യങ്ങൾ അൺസീൻ വേൾഡിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത് ഇൻ ഇസ്ലാം. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത് ഇൻ അള്ളാഹ്. ഒറ്റ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് പടച്ചോന്റെ വാക്കാണ്. ഹി വിൽ നോട്ട്, നിങ്ങളുടെ ഒരു സ്റ്റെപ്പും നിങ്ങൾ ചെയ്തത് നല്ലത് ചെയ്തത് ഞാൻ കാണാതെ പോവില്ല. എവറിത്തിങ് വിൽ ബി റെക്കോർഡഡ്. ക്ഷമയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് റിവാർഡ് കിട്ടുന്നത് വിത്തൗട്ട് എനി ലിമിറ്റ്സ് ആണ്, അൺലിമിറ്റഡ് ആണ്. പടച്ചോൻ ലിമിറ്റ് ഇല്ലാണ്ടാണ് നമുക്ക് ക്ഷമയോടുകൂടി ഈ ഭൂമിയിൽ പടച്ചോൻ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർക്ക് പടച്ചോൻ റിവാർഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല ജന്നയില്. ജന്ന ഇസ് എ വെരി വെരി ഹയർ ഡിഫറെന്റ് ലെവൽ. സുബ്ഹാനല്ലാഹ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എൻ അമേസിംഗ് വേൾഡ്. സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഇമാജിനേഷനൊക്കെ വളരെ 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 അപ്പുറമാണ്. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിയിട്ട് അടിച്ചു പൊളിക്കാം ഇൻഷാല്ലാ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും
ഇമ്മീഡിയറ്റ് കാശ് കിട്ടുന്നതായിരിക്കും ഏറ്റവും സന്തോഷം ഇല്ലേ. നമുക്ക് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാശ് തരാന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ ആ ബിസിനസ് വേണ്ടാന്ന് നോക്കും ഇല്ലേ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകണം, 1 മാസം ജോലി ചെയ്ത് ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം, പക്ഷെ ഞാനത് 10 വർഷം കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ജോലിയോ ഇല്ല, നമ്മൾ ജോലിയില്ല. നമുക്കെല്ലാം ഇപ്പൊ കിട്ടണം, ഇപ്പൊ ചെയ്താൽ ഇപ്പൊ കിട്ടണം അല്ലേ. പടച്ചോൻ എന്താ ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കണം എന്ന് ആലോചിക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ പടച്ചോൻ തന്നിരിക്കുന്ന ടെസ്റ്റും ട്രയൽസും എല്ലാം ഫേസ് ചെയ്ത് പടച്ചോൻ പറഞ്ഞ ഹറാമിന്ന് മാറിന്ന് ഹലാല് മാത്രം ചെയ്ത് പടച്ചോനെ കംപ്ലീറ്റ്ലി ഇബാദത്ത് ചെയ്ത് രാവിലെ എണീറ്റ് തഹജ്ജുദ് ഉറക്കം കളഞ്ഞ് എണീറ്റ് ഫജ്ർ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, അൺലിമിറ്റഡ് കാര്യങ്ങൾ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ടഫ് ഇല്ലേ, ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് നമ്മൾ ചെയ്യണം, മരിക്കണ ആ സെക്കൻഡ് വരെ ചെയ്യണം. 80 വർഷം നമ്മൾ ഏറ്റവും തീരോടുകൂടി ജീവിച്ചിട്ട് ലാസ്റ്റത്തെ കുറച്ച് നാൾ കൊണ്ടേയിട്ട് നമ്മൾ ഹറാമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെയും പോയി. അപ്പോ ടോട്ടലി കൺസിസ്റ്റന്റ് ആയിട്ട് ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് നമ്മളിവിടെ ജീവിക്കണം. ഇപ്പൊ നമ്മൾ 1 വർഷം ജീവിച്ചു, കറക്റ്റ് ആയിട്ട് പടച്ചോൻ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു. ഓക്കെ, എല്ലാം പടച്ചോൻ പറഞ്ഞ എല്ലാം ചെയ്ത് നമ്മൾ മരിച്ച നേരെ സ്വർഗത്തിൽ പോകുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ 1 വർഷം ജീവിച്ചിട്ട് നമ്മൾ പടച്ചോന്റെ അടുത്ത് പറയണം, പടച്ചോനെ എനിക്കൊരു ഈ വീക്കെൻഡ് ഒന്ന് ജന്ന ടൂർ തരാൻ പറ്റും, എനിക്കൊന്ന് ഹെവനൊന്ന് കാണണമെന്നുണ്ട്, ഒരു സാമ്പിൾ കണ്ടാൽ മതി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പഴയ രീതിയിൽ തന്നെ ആയിക്കോളാം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അല്ല, ജന്ന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് അറിയാനാണ് പടച്ചോനെ എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, ഒന്നും നടക്കൂല. നമ്മൾ പടച്ചോൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സബ്മിസീവായിട്ട് ഈ ദുനിയയിൽ ജീവിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. ദർ ഈസ് നോ ഗ്യാരണ്ടി, ഒറ്റ ഒരു ഗ്യാരണ്ടി പടച്ചോന്റെ വാക്കാണ്. നീ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്നത് ഞാൻ തന്നിരിക്കും, ദാറ്റ് ഈസ് മൈ പ്രോമിസ് എന്ന പടച്ചോന്റെ വാക്കും നമുക്കുള്ള ഗ്യാരണ്ടി ഖുറാനും പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലവും മാത്രമാണ് നമ്മളുടെ ഗ്യാരണ്ടി. There is nothing else. You have to believe in the unseen. ഇന്ന കുറെ കാര്യങ്ങളുണ്ട്, പടച്ചോൻ പറഞ്ഞിരിക്കുന്ന പോലെ കുറെ കാര്യങ്ങൾ അൺസീൻ വേൾഡിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ദാറ്റ് ഇസ് കോൾഡ് ഫെയ്ത്ത്. ദാറ്റ് ഇസ് കോൾഡ് ഫെയ്ത്ത് ഇൻ ഇസ്ലാം. ദാറ്റ് ഇസ് കോൾഡ് ഫെയ്ത്ത് ഇൻ അള്ളാഹ്. ഒറ്റ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് പടച്ചോന്റെ വാക്കാണ്. ഹി വിൽ നോട്ട് നിങ്ങളുടെ ഒരു സ്റ്റെപ്പും നിങ്ങൾ ചെയ്തത് നല്ലത് ചെയ്തത് ഞാൻ കാണാതെ പോവില്ല. എവറിത്തിങ് വിൽ ബി റെക്കോർഡഡ്. ക്ഷമയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് റിവാർഡ് കിട്ടുന്നത് വിത്തൗട്ട് എനി ലിമിറ്റ്സ് ആണ്, അൺലിമിറ്റഡ് ആണ്. പടച്ചോൻ ലിമിറ്റ് ഇല്ലാണ്ടാണ് നമുക്ക് ക്ഷമയോടുകൂടി ഈ ഭൂമിയിൽ പടച്ചോൻ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർക്ക് പടച്ചോൻ റിവാർഡ് പറഞ്ഞിരിക്കുന്നത്. ഹി സേസ് ഹാവ് പേഷ്യൻസ്. നിങ്ങൾ ഇവിടെ ഈ ദുനിയയിൽ പേഷ്യന്റ് ആയിട്ടെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്നു കഴിയുമ്പോൾ ഡോണ്ട് വറി, ഐ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ നീഡ്സ്. എല്ലാം നിങ്ങളുടെ എൻറ്റയർ വിഷ് ലിസ്റ്റ് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നോ, ഞാൻ എല്ലാം ചെയ്തു തരാണ്. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ദ മാറ്റേഴ്സ് ഇൻ യുവർ ഹാൻഡ്സ്. നമ്മുടെ കയ്യിലാണ് ഇപ്പൊ കാര്യങ്ങൾ. യു ഹാവ് എ ചോയ്സ്. പടച്ചോന്റെ മാർഗത്തിൽ ജീവിക്കണോ അതോ വേറെ മാർഗത്തിൽ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, യു മേക്ക് എ റോങ് ഡിസിഷൻ, യു മേക്ക് എ ബാഡ് ഡിസിഷൻ ഇൻ ദ ദുനിയ, യു ആർ ഗോയിങ് ടു സഫർ ഇൻ യുവർ ആഖിറ. അത്രയും സിമ്പിൾ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ആഖിറ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ്. ഈ ദുനിയയിലെ 10-70 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ എൻറ്റയർ എറ്റേണിറ്റി ഓഫ് ലൈഫ് ഇൻ ദ ഹെവൻ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അവർ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. അപ്പോ തിങ്ക് ആൻഡ് ഡിസൈഡ്. ഈ കഴിഞ്ഞ ആയതിൽ നമ്മൾ പറഞ്ഞ പോലെ ഊലുൽ അൽബാബ്, യു ആർ സീയിങ് എവറിത്തിങ് അറൌണ്ട് യു, യു ഹാവ് ക്ലിയർ പ്രൂഫ് അറൌണ്ട് യു. സോ ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഡു. That's it for today's class. Subhanakallahumma bihamdika wa nashhadu an la ilaha illa anta nastaghfiruka wa atubu ilayk. Allahumma salli ala sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbana taqabbal minna innaka antas samiul alim. Assalamu alaikum girls.